താരാൻ തുടങ്ങും. എന്നാൽ ക്ലേ വെള്ളത്തിനടിയിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് നെറ്റ് താഴേക്ക് വന്ന് അവളെ പൊക്കി മുകളിലേക്ക് കൊണ്ടുവരും. തന്റെ ജീവൻ രക്ഷിച്ചതിൽ ക്ലേ നെറ്റിനോട് നന്ദി പറയും. അങ്ങനെ ആ വാതിലും തുറന്ന് അടുത്ത മുറിയിലേക്ക് വരുമ്പോഴാണ് അവർ ഇത്രയും കാലം അന്വേഷിച്ചു വന്ന ആ നിധികുംഭങ്ങൾ കാണുന്നത്. നെറ്റ് ക്ലേയെ ഉയർത്തി ആ നിധികുംഭങ്ങൾക്ക് മുകളിലേക്ക് കയറ്റുമെങ്കിലും അവൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ അകത്ത് കുറച്ച് ധാന്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പെട്ടെന്ന് ആ വലിയ ഭരണികൾ പൊട്ടി താഴേക്ക് വീഴുകയും നെറ്റും ക്ലേയും അവിടെ നിന്ന് തെറിച്ചു വീഴുകയും ചെയ്യും. അപ്പോൾ ആ ഭരണികൾക്കിടയിൽ നിന്നും നെറ്റ് ഒരു ഭൂപടം കാണും. അവൻ അത് എടുത്ത ശേഷം ആ ഗോൾഡ് ഉള്ള സ്ഥലം ഫിലിപ്പീൻസ് ആണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്ലേ തന്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് മര്യാദയ്ക്ക് നീ അതെനിക്ക് തരുന്നതാണ് നല്ലതെന്ന് പറയും. അപ്പോൾ ക്ലേ പറയും, നിന്റെ ചേട്ടൻ എന്താണ് പറ്റിയതെന്ന് നിനക്കറിയാമോ എന്ന്. അതിനുശേഷം അവൾ അവനെ ഇടിച്ച് ബോധം കെടുത്തി അവിടെ നിന്ന് ആ ഭൂപടവും കൊണ്ട് രക്ഷപ്പെടും. കുറച്ചു കഴിഞ്ഞ് വിക്ടർ അങ്ങോട്ടേക്ക് വന്ന് ബോധം പോയ നെറ്റിനെ പിടിച്ചെണീപ്പിക്കും. ബോധം വന്ന ഉടനെ തന്നെ നെറ്റ് വിക്ടറിനോട് തന്റെ ചേട്ടൻ എന്താണ് പറ്റിയതെന്ന് ചോദിക്കും. എന്നാൽ താനും ക്ലേയും ആ ആഫ്രിക്കക്കാരി പെണ്ണും ഒരിക്കൽ ഫ്രണ്ട്സ് ആയിരുന്നു എന്നും നമ്മൾ ഒരുമിച്ചാണ് ആ ഗോൾഡ് എടുക്കാൻ പോയത്, എന്നാൽ ആ ആഫ്രിക്കക്കാരി